എൻ്റെ 2 മക്കളും സൈനിക് സ്കൂളിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് 1 സ്റ്റാർ പോരാ, 2 മൂലയ്ക്ക് 2 സ്റ്റാർ വേണം. ഇതൊക്കെയാണല്ലോ. അപ്പം ഈ മോഹമലി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് ചേച്ചി കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഈ ഇൻ്റർവ്യൂ വരുമ്പോൾ പേര് മാറ്റാൻ പറ്റുമോ? ഇപ്പോൾ ആര്യയ്ക്കും ഭർത്താവിന് MLA ശരിയാണ്, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. അനുഭവിച്ചത് മുഴുവൻ ആ വണ്ടി ഓടിച്ചവരാ. എന്താണ് അവൻ ചെയ്തത് തെറ്റെന്തൊക്കെ അടിച്ചു പിടിച്ചതൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ആ വണ്ടി കൊണ്ടുവന്ന് കുറുകെ നിർത്തിയത് ഒരു MLA ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ ഒരു നിസാരം ഒരു പോലീസുകാരനെ കൊണ്ട് ആ ബസ് നിർത്താൻ പറ്റും. എന്തിനാണ് അവിടെ ആ കാർ കുറുകയായിട്ട് നിർത്തിച്ചത്? ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പം സംഭവിച്ചതാണ്. നിങ്ങളൊക്കെ കണ്ടല്ലൊരു ട്രോള്, ലംബോർഗിനി വെള്ളത്തിൽ കൂടെ പോകുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കണ്ടിട്ടില്ലേ പണ്ട്? അവിടെ വെള്ളം കയറിയപ്പോൾ എങ്ങനെ കയറിയത്? ഞാൻ കൊണ്ടൊഴിച്ച വെള്ളമാണ്. അഷ്ടമിരോഗശാല വരുന്നതെന്നറിയാമോ? ആരെ? പ്രൈം മിനിസ്റ്റർ ശാരദ. ഞാൻ എൻ്റെ ഉണ്ടാകണൊക്കെ ഞാൻ കണ്ടിട്ടില്ല. രണ്ടുപേര് വെച്ചങ്ങ് കലക്കി. കോൺഗ്രസിൻ്റെ സംഘടന, കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘടന, അതിങ്ങനെ ഓരോരോ ഇപ്പം എല്ലാം ഉണ്ടല്ലോ. SFI, DYFI ഉണ്ട്, ASC ഉണ്ട്, പിന്നെ ഇവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, BJPക്കാർക്കും ഉണ്ടല്ലേ, ABVP എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയം അതിനകത്ത് അത്രയ്ക്ക് കുത്തി നിറയ്ക്കേണ്ടായിരുന്നുള്ളതാണ് എൻ്റെ സത്യസന്ധമായ അഭിപ്രായം. എങ്കിലും ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരു വെക്കേഷൻ, ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും 2 മാസത്തെ ഒരു സമ്മർ ഹോളിഡേയ്സ് വന്നാലും ഹരിപ്പാടാണ് പ്രധാനം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ തൊഴിലെ സംഭവം ശരിക്കും ഞെട്ടിപ്പോയൊരു സംഭവം അതൊക്കെ. അയ്യോ ദൈവമേ, ഒന്ന് ശുദ്ധീകരിക്കാൻ ഇറങ്ങിയ അയാൾ ആരെയും ദ്രോഹിക്കാൻ ഇറങ്ങിയതല്ലല്ലോ, ട്രോളുകാർക്ക് വേണ്ടിയിട്ട് സംഭവം ഉണ്ടാക്കാനൊന്നും ഇറങ്ങിയതല്ല. പക്ഷേ എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് വരാതെ അതിന് വീതി കൂട്ടി ഇതിലിങ്ങനെയുള്ള സാധനങ്ങൾ ഇടരുതെന്ന് എന്ന് പറയാനായിട്ട് മന്ത്രി കണ്ടെങ്കിലേ പറയാവോ? കോർപ്പറേഷൻ അധികാരികൾക്ക് പറയാം, വാർഡ് കൗൺസിലർക്ക് പറയാം. ഇവരൊക്കെ ഇതിനു വേണ്ടി അവരുടെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും സമരം ചെയ്യണം. ഈ ഇപ്പം ഇവിടെ കേൾക്കുന്നില്ലേ, മൈക്കിൽ കൂടെ വിളിച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ, ജയിപ്പിക്കുക ജയിപ്പിക്കുക ജയിപ്പിക്കുക. അത് മാത്രം പോരാ, ഈ ജയിപ്പിച്ചവൻ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ല, ഇതൊക്കെ കിട്ടത്തില്ല, അപ്പം ചിലപ്പോൾ പലതും നടക്കത്തില്ല, അപ്പം നിൽക്കാൻ പോകരുത് ഇലക്ഷന്. ഞാൻ ഒരുപാട് സാധാരണക്കാരുടെ ഫംഗ്ഷന് പോകുന്ന ആളാണ്. ഞാൻ വലിയ ഗ്ലാമർ ഫംഗ്ഷന് പോകുന്ന ആളല്ല, സത്യം പറയാം. എന്നെ വിളിക്കുന്നതെല്ലാം അങ്ങനത്തെ ഒരു പരിപാടികളായിരിക്കും. ഒരുപാട് സ്ത്രീകൾ കൂടുന്നിടത്ത്, അല്ലെങ്കിൽ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ എവിടെയും ക്യാമറയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ടോ നിങ്ങളെ? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇതിൻ്റെ എവിടെയോ നല്ല വാക്ക് പറയുമ്പോൾ ഞാൻ കേൾക്കാത്ത ചീത്തയൊന്നുമില്ല. ഞാൻ ആ ട്രോളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ CMൻ്റെ ഓഫീസിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മളുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലെ അതിഥി എന്ന് പറയുന്നത് ശ്രീമതി മല്ലിക സുകുമാരനാണ്. നമസ്കാരം. എനിക്ക് സ്പെഷ്യൽ എപ്പിസോഡ് ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ ഒരു ഞെട്ടല. കാരണം ഞാൻ നിർത്തിയിരിക്കും ഇനി 1.5 മാസമായിട്ട്. കാരണം ഉള്ള സകല സോഷ്യൽ മീഡിയയും വന്ന് പുറകെ നടന്ന് ചോദിക്കും, അവരെന്ത് എഴുതും, അതിൻ്റെ അറ്റവും വാലും തുമ്പും ഒക്കെ കളഞ്ഞ് വെച്ച് ഇടയ്ക്കൊന്ന് പിടിച്ച് അതിനെപ്പറ്റി വേറെ കുറേ പേര് ഇപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുക. അല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുന്നവർക്കല്ലല്ലോ ഇടുന്നത്. അപ്പോൾ അത് കാരണം സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷേ നിങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡാണ്, ആയുർവേദം അലോപ്പതിയൊക്കെ, എനിക്ക് അതുകൊണ്ടുള്ളൊരു ബഹുമാനം. തീർച്ചയായിട്ടും ഞാനിവിടുത്തെ വൈദ്യശാസ്ത്ര രംഗത്തെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. എൻ്റെ ചേട്ടൻ തന്നെ നിങ്ങളൊക്കെ പറഞ്ഞാൽ അറിയും ആളാരാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽഡിൽ നിന്ന് കുറച്ച് പേര് വന്നു. എനിക്ക് തോന്നുന്നു അഭിനയത്തിന് എവിടെ ഉള്ളത്, എന്താ ക്ലിനിക്കൊക്കെ ഉള്ളത്? കായംകുളത്തല്ലേ? മുട്ടുവേദനയൊക്കെ ചികിത്സിക്കുമോ? ശരിക്കല്ലേ? കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ടാണ് പലതിൽ നിന്ന് ഒഴിവാകുന്നത്. അല്ല, കളിച്ച് പറഞ്ഞതല്ല സത്യം. ഈ കാർ യാത്രയൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈവൻ ഫ്ലൈറ്റാണെങ്കിൽ പോലും ഇപ്പോൾ എറണാകുളത്ത് ഞാൻ താമസിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ പോകണം, തേവരെ നെടുമ്പാശ്ശേരി വരെ, എല്ലായിടത്തും അതാണ്. പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ ട്രിവാൻഡ്രത്താകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല. ഏതായാലും സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്മസ് എപ്പിസോഡാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് പ്രേക്ഷകർക്ക് മാത്രമൊന്നുമല്ല, ക്രിസ്മസ് എല്ലായിടത്തും ഉണ്ട്. പണ്ട് എൻ്റെ 2 മക്കളും സൈനിക് സ്കൂളിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് 1 സ്റ്റാർ പോരാ, 2 മൂലയ്ക്ക് 2 സ്റ്റാർ വേണം. ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഈ ഓണം പറഞ്ഞ പോലെ ഇപ്പം എല്ലാ ഫെസ്റ്റിവലും എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മനുഷ്യരുടെ സ്വഭാവം പലവിധമായി. അവിടെയാണ് ഇപ്പോൾ നാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും ശരി, ചോദിച്ചാട്ടെ. വലിയമ്മയുടെ ക്രിസ്മസ് ആഘോഷത്തിലൊക്കെ മക്കളും കൊച്ചുമക്കളൊക്കെ കൂടാറുണ്ടോ? അല്ല, അതാ ഇപ്പം ഞാൻ ആദ്യം ഒരു മുഖവുരയിൽ പറഞ്ഞതാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ, ഓണം നമ്മുടെ, റംസാൻ അല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ ഒരു നല്ല പ്രായത്തിൽ ഇപ്പോൾ ഒരു 10 കൊല്ലത്തോളം ജീവിച്ചത് ഖത്തറിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അതെ, ഞങ്ങളൊക്കെ ഒരു ഓർമ്മ വെച്ച കാലം പോലെ
ക്രിസ്മസിന് ഒരുപാട് കേക്കുകൾ ഇങ്ങോട്ട് വരും, ഞങ്ങളും തിരിച്ചു കൊടുത്തയക്കും ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഓണത്തിന് നമ്മളൊക്കെ പായസം ഉണ്ടാക്കിയാലും ഉപ്പേരി ഉണ്ടാക്കിയാലും കായ വറുത്തതും അതും ഇതൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തയക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് കുഞ്ചാലമുട എന്നൊരു സ്ഥലത്ത്, ഇപ്പോഴല്ല വളരെ മുമ്പ് ഒരു വലിയ ഒരു വീട് 40 സെൻറ്റ് വീടൊക്കെ വാങ്ങിച്ച് അതൊക്കെ കൊടുത്തിട്ട് കുറേ കാലമായി. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ പെരുന്നാളിന് അവിടെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ട്, ഞങ്ങൾ ബായുവായി ഇതാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകന് ബുഹാരി അവരെല്ലാവരും ഉണ്ട്. പെരുന്നാളൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ കൊടുത്തയക്കുന്ന ഈ ഒരു മരിക്കിണനപ്പം പോലൊരു സാധനം, പിന്നെ ഒരു പൊറോട്ട, ചിക്കൻ, ഇതെല്ലാം കൂടെ ഒരു 3 ദിവസത്തേക്ക് കാണും. കാരണം ഞങ്ങൾ ആകെപ്പാടെ 2 കുഞ്ഞുങ്ങളെ ഉള്ളെങ്കിലും കൊണ്ടുവരുന്നതൊക്കെ വലിയ പാത്രങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇന്നാരുടെ ആഘോഷം എന്നുള്ള ഒരു വേർതിരിവ് ഞങ്ങൾക്കാർക്കും ഓർമ്മയേ ഇല്ല സത്യം. പിള്ളേർ സൈനിക സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊണ്ട് വരുമ്പോഴത്തേക്കോ അയ്യോ അവർക്ക് സ്റ്റാർ കെട്ടി തൂക്കുന്നതല്ല. അപ്പോൾ ഈ മാവിൻ്റെ മണ്ടയ്ക്ക് ഒരെണ്ണം വെക്കണം, അത് സ്ഥലങ്ങൾ അവർ തന്നെ പറയും, വീടിൻ്റെ അറ്റത്തൊരെണ്ണം കെട്ടിത്തൂക്കണം, പിന്നെ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു ജാമ്പയ്ക്ക നിൽപ്പുണ്ട് അതിൻ്റെ ഒരു ചെറുത് വെക്കണം. അപ്പോൾ ഇങ്ങനെ അവർ ലിസ്റ്റ് തരുന്നുണ്ട്. ഇങ്ങനെ 2-3 സ്റ്റാർസൊക്കെ വാങ്ങിച്ച് അവിടെ കെട്ടിത്തൂക്കിയിട്ട് അതൊക്കെ എല്ലാവരും ആഘോഷം പോലെ കണ്ടുള്ളൂ. അല്ലാതെ ഇത് ക്രിസ്മസ് ആണ്, ഇത് ക്രിസ്ത്യാനികളുടെ ഫെസ്റ്റിവൽ, അങ്ങനെ ഒന്നൊക്കെ ഇപ്പോഴാണേ പൊന്നു മോനെ ഞാൻ കണ്ടിട്ടില്ല സത്യം. ഇത് പറഞ്ഞാൽ നമ്മളെ കണ്ടുകൂടാ, അതാണ് കൂടുതൽ വിശദീകരിക്കാത്ത. ഞങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ. അതെ, പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, സുഖേട്ടനും ഉണ്ട്, ഇന്നും ഉണ്ട് പിള്ളേർക്കും ഒക്കെ. അവരൊക്കെ വരും, എല്ലാവരും കൂടെ ആഘോഷിക്കും. ചിലപ്പോൾ അങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് വരും. അതിങ്ങനെ ഇപ്പോഴും ആഘോഷങ്ങൾ എല്ലാ ഫെസ്റ്റിവൽസിനും അതെ തീർച്ചയായിട്ടും ഉണ്ട്. അതിന് മാറ്റമൊന്നുമില്ല, ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നു. ഇന്നത്തെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ സൈനിക സ്കൂളിൻ്റെ പാർട്ടി ആയിരിക്കും. ക്രിസ്മസിൻ്റെ അന്ന് അവരവരുടെ വീട്ടിലാണെങ്കിലും അതിൻ്റെ തലേദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ ഒരു പാർട്ടി ഇന്ദ്രൻ്റെ വീട്ടിൽ ഉറപ്പാകാൻ ഒരുപാട് സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പലരും ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞിട്ട് കൂടുതലും അവർക്ക് കാണാൻ പറ്റുന്നത് ഇന്ദ്രനെയാണ്, രാജു ഈ സർക്കിട്ട് ആയതുകൊണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും നോക്കിയാലും എല്ലാ ഫെസ്റ്റിവലും ഞങ്ങളുടെ വീട്ടിൽ ഒരുപോലെ ആഘോഷിക്കുന്ന വീടാണ്. അപ്പോൾ മോഹമല്ലികയുടെ കുട്ടിക്കാല ജീവിതവും ഒന്ന് പറയാമോ? ഈ മോഹമല്ലിക എന്ന് പറയുമ്പോഴേ എല്ലാവരും ചോദിക്കും, ഇത് ചേച്ചി കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞല്ലോ, ഞാൻ ഈ ഇൻ്റർവ്യൂ വരുമ്പോൾ പേര് മാറ്റാൻ പറ്റുമോ? അത് ഈ സത്യം പറയുന്നവർക്കുള്ള പ്രശ്നം അതാണ്. നമുക്ക് എപ്പോഴും നേരായ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവേ ഉള്ളൂ. പലരും ചോദിക്കുന്നതാണ്, മറക്കാനാവാത്ത ഒരു ഓണം പറയൂ ചേച്ചി. അപ്പോൾ നമ്മളൊരു ഓണം പറഞ്ഞു. അടുത്ത വർഷം മറക്കാനാവാത്ത ഒരു, ഞാൻ പറഞ്ഞു എല്ലാ വർഷവും ഓരോ ഓണം പുതിയത് വരുമോ, മറക്കാനാവാത്തതില്ല എന്ന് പറഞ്ഞാൽ. ഈ മോഹമല്ലിക എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന്, ഞങ്ങൾക്ക് 3 സഹോദരിമാരും ഒരു ബ്രദറുമാണ്. ചേട്ടൻ അമേരിക്കയിൽ എല്ലാവർക്കും അറിയാം, വലിയ ക്യാൻസർ ചികിത്സാ വിദഗ്ധനാണ്, WHO കൺസൾട്ടൻ്റാണ്, ഡോക്ടർ M.V. പിള്ള. ഒറ്റ ബ്രദറേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 2 ചേച്ചിമാരാണ് എനിക്ക്. അപ്പം ഞങ്ങളുടെയൊക്കെ പേര് സത്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. 10ാം ക്ലാസ്സിലെ SSLC ബുക്കിലൊക്കെ മോഹമല്ലികയാണ്. കുറേ കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ ഇന്ദ്രൻ്റെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഈ ചേച്ചിമാർ ഞങ്ങളൊക്കെ ഇത് പറയും, വേണ്ട പ്രേമ. അപ്പം ഞങ്ങളിങ്ങനെ പറയും, അച്ഛാ എല്ലാം ഇനിയിപ്പോൾ ഈ പ്രേമവും രാഗവും മോഹമൊക്കെ മാറ്റിയിട്ടേ അച്ഛാ ഇങ്ങനെ അവരുടെ കൂടെ ഒരു പേരും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വിരോധമില്ല, ഞാൻ അങ്ങനെ ഇട്ടു. അത് അതിങ്ങനെ ഈ സുഖേട്ടൻ ഇന്ദ്ര ഇതെന്നും പൃഥ്വിരാജെന്നും ഇട്ടതുപോലെ അത് ഞാൻ പറയാറുണ്ട് പല ഇൻ്റർവ്യൂവിലും. അവിടെ ചെന്ന് കയറുന്നത് സൈനിക സ്കൂളിൽ ചെന്ന് കയറുമ്പോൾ ഞാൻ പറയോ എന്തോ സുഖേട്ട ഇന്ദ്ര ഇത് അല്ല വേണ്ട സുകുമാരൻ ഇടാം. പണ്ട് എടപ്പാൾ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ നമ്മുടെ ആ സുകുമാരൻ ഏത് സുകുമാരൻ എന്ന് ചോദിക്കും. അപ്പോഴും അത് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കണ്ടുപിടിച്ച് പൃഥ്വിരാജ് ഇന്ദ്രയത്ത് കിട്ടത്. അതുപോലെ ഞങ്ങളുടെ 3 പേരുടെയും പേര് ഇതായിരുന്നു ഒറിജിനൽ പേര്. ഇപ്പോൾ പക്ഷേ ചന്ദ്രിക മേനോൻ, ലതിക കർത്ത, മല്ലിക സുകുമാരൻ ആക്കി. അങ്ങനെ ഞങ്ങൾ തന്നെ അങ്ങ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പം അങ്ങനെ അങ്ങ് ആക്കിയതാണ്. ഇപ്പം അത് മോഹമല്ലികയുടെ ചെറുപ്പകാലമായിരുന്നു കുറേ കൂടെ സുഖം. കാരണം എന്താ വെച്ചാൽ ഒന്നും അറിയണ്ടല്ലോ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഉണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്നത് ചേട്ടനും അതുപോലെയായിരുന്നു. ഈ പറഞ്ഞിട്ട് ഞങ്ങൾ 2 ചേച്ചിമാരിടയിലുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഒരു അടുപ്പവും ചേട്ടൻ്റെ തമാശയും ചേട്ടൻ്റെ എല്ലാം. ചേട്ടൻ ഭയങ്കര മിടുക്കനാണ്, ഒരുപാട് ഭയങ്കര സാഹിത്യം, ഈ ഒരു വലിയ കൈനിക്കരക്കാരുടെ സാഹിത്യ വാസന മുഴുവനും കിട്ടിയിരിക്കുന്ന ആളെൻ്റെ ചേട്ടനാണ്. എനിക്ക് തോന്നുന്നില്ല ചേട്ടൻ വായിക്കാത്ത ഏതെങ്കിലും പുസ്തകം ഉണ്ടോയെന്ന്. ഇന്നും ഇതൊക്കെ ഏതെങ്കിലും പ്രസംഗങ്ങൾ കേട്ടാലറിയാം, ഇത്രയും വലിയ ഡോക്ടർ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ ഒരൊറ്റ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാതെ വള്ളത്തോളുടെയും കുമാരനാശാൻ്റെയും വൈലോപ്പള്ളിയുടെയൊക്കെ കവിതാശകലങ്ങളൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് കറക്റ്റ് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ വരികൾ ഓർക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ ഓർത്ത്, നമുക്കൊക്കെ അത്രയും നമ്മൾ കാണാതെ പഠിച്ച ഒരു കവിതകളെക്കുറിച്ച് അറിയാവുന്നല്ലാതെ പെട്ടെന്നൊന്ന് കോട്ട് ചെയ്യാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾക്കാർക്ക് വരാറില്ല, സത്യം പറയാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടനാണ് സത്യത്തിൽ ആ ഒരു ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ റോൾ മോഡലായിട്ടിരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ ആണൊന്നല്ലേ ഉള്ളൂ, തൊട്ടേനും പിടിച്ചതിനൊക്കെ അത് ഇതുപോലൊന്നും ഇല്ല കേട്ടോ അന്നത്തെ കാലം. ചേട്ടൻ ഊണ് കഴിക്കുമ്പോൾ പതുക്കെ സംസാരിക്കണം. ആര്? ഞങ്ങൾ പെണ്ണുങ്ങൾ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ ചുമ്മാ കുറച്ച് വളർന്നു വന്നപ്പോൾ അമ്മയോട് ചോദിച്ചു, ഇരിക്കുന്നത് എൻ്റെ ചേട്ടനല്ലേ, സഹോദരൻ തന്നെയാണല്ലോ, അല്ല ഉണ്ണാൻ നേരത്ത് ഞങ്ങൾ മിണ്ടരുതെന്നൊക്കെ അമ്മ പറഞ്ഞു. ഇപ്പം അത് പോയിട്ട് അങ്ങനെ ഒരു കാലമൊന്നും ഇല്ല. അത് കാരണം ഞങ്ങളൊക്കെ വളർന്ന രീതി, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച രീതികൾ അതൊക്കെ വേറെയാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തമാശ പോലെയാണ് പുതിയ തലമുറയ്ക്ക്. അതിൻ്റെ ദോഷം അവരനുഭവിക്കുന്നുണ്ട്, അത് പറയാമല്ലോ. അപ്പോൾ എന്ന് പറയുന്നതിൽ കുട്ടിക്കാലത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും അറിയാത്തൊരു ലോകത്തിൽ സന്തോഷമായിട്ട് ഇങ്ങനെ പണ്ട് കവികളൊക്കെ പറയുന്നത് പോലെ പൂമ്പാറ്റകളെ പോലെ പറന്ന് നടന്ന ഒരു കാലം എന്നല്ലാതെ ടെൻഷൻസ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ വലിയ സുകുമാരനായപ്പോൾ നമുക്കൊരു കുടുംബഭാരമായപ്പോഴത്തേക്ക് അയ്യോ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കണം, അവരെ നന്നായിട്ട് അത് സുഖമായിട്ടാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ വിട്ടാ സംസാരത്തിലും പഠിപ്പിലും ഒക്കെ മിടുക്കന്മാരായിട്ട് നിൽക്കണം. എപ്പോഴും അത് തന്നെയായിരുന്നു. എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ 4 കാലം നിൽക്കണം, ചുമ്മാ കണാകുണാന്ന് വർത്താനം പറയരുത്, ആരെയും ഒരു മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക, അതൊക്കെ അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഇന്നും ഈ 2 പേരും ഫാൻസുകാരോട് പറഞ്ഞ ഏകവാചകം അതാണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ സുഖേട്ടൻ, നിങ്ങളുടെ ഇന്ദ്രചേട്ടനെയോ രാജചേട്ടനെയോ ഒക്കെ പലരും പല തെറിയും പറഞ്ഞിരിക്കും. അത് അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ അച്ഛനമ്മമാരുടെ കുഴപ്പം, അത് അവർ തിരുത്താത്തതും ശാസിക്കാത്തതും പറഞ്ഞു കൊടുക്കാത്തതും. പക്ഷേ നിങ്ങളെ വളർത്തിയത് വേറെ ആൾക്കാരാണ്. അപ്പോൾ അത് മനസ്സിൽ വേണം. ആരെ അങ്ങനെ വാക്കുകൾ കൊണ്ട് അത് ഇൻസൾട്ട് ചെയ്ത് തെറ്റ് കണ്ടാൽ പക്ഷേ തുറന്നു പറയണം, തെറ്റാണ് എന്ന് പറയുക എന്നല്ലാതെ ആ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കൊരു മാന്യത. ഇതിനെയൊക്കെ ആരും വളർത്തി വിട്ടതെന്ന് നാട്ടുകാർ ചോദിക്കരുത് എന്നൊക്കെ എപ്പോഴും പറഞ്ഞു. ഞാനതുകൊണ്ട് ഇപ്പോഴും പറഞ്ഞത് അതുകൊണ്ടാണ്. ചില കുട്ടികളുടെയൊക്കെ നമുക്കറിയാം അതൊന്നും ഈ ഒറിജിനൽ ആൾക്കാരല്ല എന്നുള്ളത് എനിക്ക് നല്ല ഭംഗിയായിട്ടറിയാം. എൻ്റെ കയ്യിൽ ഒരു 10-11 ഒരു സോഷ്യൽ മീഡിയ സൈറ്റുകളും ഒരു 10-20ഓളം പേരുകളുടെ ഫേക്ക് ഐ ഡി എൻ്റെ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം ഈസി ആയിട്ട്. ഇപ്പോൾ ഒരു ഡിഫമേഷൻ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കാശ് കിട്ടും. അങ്ങനത്തെൻ്റെയൊക്കെ കാശ് നമുക്ക് എന്തിനാ സത്യം? അത് അവർ തന്നെ ആ കാശിന് വേണ്ടി ബുദ്ധിമുട്ടി അനുഭവിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം അതാണ് ദൈവം എന്ന് പറയുന്ന അവതാരത്തിൻ്റെ വില. മനുഷ്യനെ കൊണ്ട് അസാധ്യമായതെല്ലാം ഇപ്പോൾ ഈശ്വരൻ നേരിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് രക്ഷിക്കാനേ അവകാശം തന്നിട്ടുള്ളൂ ഭഗവാൻ, ശിക്ഷിക്കാൻ തന്നിട്ടില്ല. ശിക്ഷ സ്വയം ആരേറ്റെടുക്കുന്നോ അതിൻ്റെ ഇരട്ടി ശിക്ഷ അവൻ വാങ്ങിക്കേണ്ടി വരും ദൈവത്തിൽ. അതിനകത്ത് യാതൊരു ഇപ്പം നോക്കുന്നു നമ്മളാണ് ജയിച്ച് നിൽക്കുന്നത്. അതൊക്കെ താൽക്കാലിക പോലെ പെട്ടെന്ന് പോവും. ഒരടി ഇപ്പുറത്ത് കിട്ടും, ഒരടി അപ്പുറത്ത് കിട്ടും, പുറകെ കിട്ടും, ഇങ്ങനെ പോവും. അപ്പം നമുക്ക് കാണാം അയ്യോ എന്ത് തെറ്റ് ചെയ്ത് എൻ്റെ മോനെ. അപ്പം ഇരുന്നിട്ട് അച്ഛനും അമ്മയും ആലോചിച്ചിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്യുന്ന സമയത്ത് വേണം മോനെ നീ കാണിക്കുന്ന തെറ്റാ, അതിനല്ല ഞങ്ങൾ നിന്നെ കാശ് മുടക്കി പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ. എൻ്റെ മോനത് മനസ്സിലാക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള അച്ഛനമ്മമാരുടെ മക്കളല്ലാത്തവരാണ് ഫേക്ക് ഐ ഡിയിൽ ഈ കിടന്ന് കളിക്കുന്നത്. അവരുടെ സംസ്കാരം നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല. ഇനിയിപ്പോൾ ഇവരൊന്നും മരിച്ചുപോയ ആൾക്കാർ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞുകൂടാ. അവരുടെ മരണശേഷം തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കൊരു ഒരു ഒരു പാത കാണിച്ചു തരാൻ അച്ഛൻ, അമ്മ, സഹോദരൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നും ഞങ്ങളൊക്കെ ഒരു തെറ്റി വേണ്ട, നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, വിട്ടേരെ, നമ്മളറിയാവുന്ന ആൾക്കാരാണല്ലോ ഇതെല്ലാം, അത് സാരമില്ല വിട, അവരാരും ഇങ്ങനെ പറയത്തില്ല, ഇതൊക്കെ ഇവരായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നതല്ലാതെ നാച്ചുറലി എനിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അവർക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, അതില്ലാതൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ശരിയാണല്ലോ, വേറെ പണിയില്ലാത്തൊരു ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊക്കെ പണിയുണ്ട്, ദൈവം സഹായിച്ച് നമുക്ക് കാശ് കിട്ടുന്നുണ്ട് നമ്മുടെ ജോലിക്ക്, അതൊക്കെ പോരെ. ഈ വയസ്സുകാലത്ത് 71 വയസ്സായി ഇപ്പോഴും എനിക്കങ്ങനെ വലിയ ഈ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തികമായിട്ട് എനിക്ക് മക്കളെ പൂർണ്ണമായിട്ട് ആശ്രയിക്കേണ്ട ഒരവസ്ഥ വരാത്തത് സുഖേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ കാരണം തന്നെ. ഈ 2-3 വീടിൻ്റെ വാടക അതും ഇതൊക്കെ എനിക്ക് അത്യാവശ്യം ഭംഗിയായിട്ട് കഴിയാനുള്ള പൈസ ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഈ പിള്ളേരുടെ പിടലേക്ക് കയറിയിരിക്കുന്നത്? അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അവർ 2 പേരും അളവിൽ കൂടുതൽ ചെയ്യുന്ന മക്കളാണ്. അതല്ലേ ഞാൻ ചെയ്ത വലിയൊരു പുണ്യം എന്ന് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. മല്ലികമ്മയുടെ കുട്ടിക്കാലം 2 സ്ഥലത്തായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ചങ്ങനാശ്ശേരിയിലും ഒന്ന് വന്നിട്ട് ഹരിപ്പാടും. ഹരിപ്പാടാണ് കൂടുതലും. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളൊക്കെ വളർന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയും അവരൊക്കെ മരിച്ചതിന് ശേഷം വളരെ അച്ഛൻ ചെറുപ്പമായിരുന്നപ്പോഴേ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും അന്ന് വല്യച്ഛനോടുണ്ട്, നേരെ മൂത്തയാളുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ വലിയ വിങ് കമാൻഡറായിട്ട് ഇവിടുന്ന് പോയി ഇപ്പോൾ ഓസ്ട്രേലിയൻ ഒരുപാട് അദ്ദേഹം ഡിഫൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതി വലിയ ആളാണ്. ഓസ്ട്രേലിയയിലെ കൈനിക്കര ഗോവിന്ദപിള്ള 4ാമത്തെ ആളാണ്. അത് വല്യച്ഛൻ്റെ മക്കളാണ്. കേണൽ പ്രേംനാഥ് കൈനിക്കര വിങ് കമാൻഡർ, സാനു കൈനിക്കര അടുത്ത ആൾ ഷിപ്പിൽ എഞ്ചിനീയറാണ്. ഇവർ 3 പേരും.
അപ്പോൾ ആ വല്യച്ഛന് അത് ഭയങ്കര രസമാണ്. അപ്പം ഞങ്ങളെപ്പോഴും പറയും അച്ഛനോട് വല്യച്ഛനെ കണ്ടുപിടിക്കാൻ. വല്യച്ഛൻ ഭയങ്കര സ്പോർട്ടീവാണ്. അത് മൂത്ത വല്യച്ഛന്മാരുടെ മുമ്പിൽ എൻ്റെ അച്ഛൻ ഇരിക്കത്തില്ല, ഇങ്ങനെ നിൽക്കും. ചേട്ടൻ എന്നുള്ള ബഹുമാനം ഇദ്ദേഹം അങ്ങനെ അല്ല. അപ്പോഴേ ചേട്ടാ അതൊക്കെ പറഞ്ഞ് ഇരിക്കുകയും അങ്ങനെ. അപ്പം ഞങ്ങളെപ്പോഴും കൂടുതൽ എപ്പോഴും പറയും അത് വല്യച്ഛന് 3 ആൺമക്കളായിരുന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ വലിച്ച് ജോലി ചെയ്ത് കുണ്ട്ര അല്ലെങ്കിലൊക്കെ സെക്യൂരിറ്റി ഓഫീസറായിട്ടൊക്കെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാലത്തൊക്കെ ഞങ്ങളെ കൊണ്ടുപോവുകയും അവിടെയൊക്കെ നടന്ന് കാണിക്കുകയും ഞങ്ങളുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ വലിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറയും, കണ്ടോ അച്ഛാ വല്യച്ഛൻ എന്തെല്ലാം ശ്രദ്ധിക്കുന്നു, നീല ഉടുപ്പും പച്ച ചെരുപ്പും എന്തോടെ ഒക്കെ ചോദിക്കും ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെ അത് കാരണം ആ വല്യച്ഛനോട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ അടുപ്പമായിരുന്നുണ്ട്. ആ സ്നേഹം തന്നെ ആ 2 ചേട്ടന്മാരോടും അനിയനോടും ഉണ്ട്. കാരണം അവരും അതുപോലെ അവർക്ക് പെൺമക്കളില്ലാത്തതുകൊണ്ട് ഈ കൊച്ചച്ഛൻ്റെ മക്കളോടായിരുന്നു ഞങ്ങളുമായിട്ട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ എപ്പോഴും പറയൂ ഭാനുചേട്ടനാണ് പിന്നെ അലങ്കൃതയുടെ ഡെലിവറി സമയം വരെ ചേട്ടനുണ്ട്. അത് ലേക്ക് ഷോറിലെ CEO ആയിരുന്നു അദ്ദേഹം. ട്രക്കറുണ്ട്. അത് കഴിഞ്ഞ് ആ പട്ടാളത്തിലായിരുന്നു, കേണലാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. അതായത് പുള്ളി ഡോക്ടറാണ്, പക്ഷേ ആർമിക്ക് വേണ്ടി ഒരുപാട് സെർവ് ചെയ്യുകയും മറ്റേ ഈ പറഞ്ഞതിൻ്റെ വിട്ട് എന്തൊക്കെയോ ചില ശ്രീലങ്കൻ അതിൻ്റെ സമയത്തൊക്കെ അതിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡോക്ടറായിരുന്നു. ഡൽഹിയിലായിരുന്നു താമസം. അപ്പോൾ ചേട്ടൻ ഒരുപാട് കാലം കൂടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയും ചേട്ടൻ്റെ അതുപോലായിരുന്നു, വല്യച്ഛനെ പോലെ ആ ചേട്ടനും. അത് ഈ ചുമ്മാരടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതായിട്ടൊരു കാർന്നവരെ പോലെ സംസാരിക്കുകയും. അതിൻ്റെ ഇളയ ആളാണ് ഇവിടെ സൈനിക് സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻറ്റാണ്. പ്രേംചന്ദ് കൈനിക്കര എന്നാണെങ്കിലും പുള്ളിയെ എല്ലാവരും സാനു കൈനിക്കര എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞു ഞാൻ ഒരുപാട് നാളായി കണ്ടിട്ട്. ചേട്ടൻ ഓസ്ട്രേലിയയിലായി ഇപ്പോൾ സ്ഥിരതാമസം. അപ്പോൾ ചേട്ടനും അതെ മക്കളും ഒക്കെ ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇളയാൾ മറ്റേ അമേരിക്കൻ ഷിപ്പിലാണ്. പക്ഷേ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞതിലോട്ട് വാട്സപ്പിലും ഒക്കെയുള്ള ബന്ധമല്ലാതെ കാണൽ കുറവാണ്. അവരൊക്കെ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വരാറുള്ളൂ. ഇപ്പോൾ വരുന്നത് വല്യച്ഛൻ മരിച്ചു, വല്യമ്മ മരിച്ചു, മാനുചേട്ടൻ പോയി. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇവിടോട്ട് വന്നിട്ട് ആരെയും കാണാനാണ്. അവർ ചേട്ടനും അനിയനും കൂടെ കാണുമെന്നല്ലാതെ ഇവിടെ വരുമ്പോൾ ആരുമില്ല. ചങ്ങനാശ്ശേരിയിലും ആരും ഇല്ലല്ലോ ഇപ്പോൾ. അത് കാരണം പിന്നെ വല്യച്ഛനായിരുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതുവഴി പോകുമ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് ഇതായിരുന്നു അപ്പൂപ്പൻ്റെ വീടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതല്ലാതെ. എങ്കിലും ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരു വെക്കേഷൻ, ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും 2 മാസത്തെ ഒരു സമ്മർ ഹോളിഡേയ്സ് വന്നാലും ഹരിപ്പാടാണ് പ്രധാനം. ചങ്ങനാശ്ശേരി വഴി ഹരിപ്പാട് പോകും. കാരണം ചങ്ങനാശ്ശേരിയിൽ ആരുമില്ല, വല്യച്ഛനും മാത്രമേ ഉള്ളല്ലോ. മറ്റേ അങ്ങനെയല്ല. അപ്പൂപ്പൻ്റെ അവിടെ വലിയൊരു 3-3.5 ഏക്കർ സ്ഥലം, 2 കുളം. 2 കുളമുള്ള വീട്ടിൽ വളർന്നിട്ട് ഇപ്പോഴും നീന്താൻ അറിയാൻ വയ്യേ പൊന്നു മോനെ. അമ്മ സമ്മതിക്കത്തില്ല. അതേസമയം ചേട്ടനെ പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര രസമായിരുന്നു. അവിടെ എൻ്റെ ഇളയ അമ്മാവൻ, ഓണത്തെ എല്ലാ അമ്മാവന്മാരും വരും, കുട്ടികളും വരും. അമ്മാവനാണ് ഞങ്ങളെയൊക്കെ ഓരോ കളികൾ പഠിപ്പിച്ചു തരുന്നതിൻ്റെ ഒരു സാറ്. ഓണത്തിന് കളിക്കുന്ന കളികൾ, കുഴിപ്പന്ത്, തലപ്പന്ത് വരെ, അതൊക്കെ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞൂടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതെന്തോന്നൊക്കെ ചോദിക്കും, അതൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തൊരു സന്തോഷകരമായ ഓണാഘോഷങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ ഓണമൊക്കെ 4 ദിവസമാണ്. അല്ല എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഇപ്പം എൻ്റെ അപ്പൂപ്പൻ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മാത്രമല്ല, ഒരുവിധപ്പെട്ട ഈ നെൽകൃഷിയും തേങ്ങായും ഒക്കെ ഉള്ള എല്ലാ വീടുകളിലും അങ്ങനെയാണ്. കാരണം ആദ്യത്തെ ദിവസം നമുക്ക് ഈ പറഞ്ഞതിൻ്റെ വിട്ട് ഒരു സദ്യ, പിന്നത്തെ ദിവസം നമ്മൾ വീട്ടുകാർ മാത്രം, അതിൻ്റെ അടുത്ത ദിവസം കരയോഗക്കാർക്ക്, 4-ാം ദിവസം പാടത്ത് പണി ചെയ്തവർക്കൊക്കെ. അന്ന് അപ്പൂപ്പൻ എല്ലാവർക്കും കൂടി കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് അതുപോലെ ഏത്തക്കൊലയും അവർ കൃഷി ചെയ്ത് ഏത്തക്കൊലയും കാച്ചിലും കപ്പയും മരച്ചീനി ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പം ഇപ്പോൾ കാണിക്കാൻ കൊണ്ട് വരുന്നൊരു കാഴ്ച എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ചീത്ത വിളിക്കാതിരുന്ന ഭാഗ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ കാലം കണ്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലതും കാണുമ്പോഴും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എന്തിങ്ങനെ ആയിപ്പോയത് മനുഷ്യരെന്നൊക്കെ നമുക്ക് തോന്നുന്നതിൻ്റെ കാര്യം ഇതാ. അതിപ്പോഴത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ഇവരെന്തോന്ന് പറയുന്നത് ആയിരിക്കും. അല്ലല്ല, ഞങ്ങളൊക്കെ ആ കാലത്ത് ജീവിച്ചതിൻ്റെ ഒരു സുഖവും ഒരു ഈശ്വരവിശ്വാസവും ഒരു ഗുരുഭക്തിയും ഒക്കെ ഞങ്ങൾക്കൊക്കെ ഇന്നും ഉണ്ട്. ഗുരുനാഥന്മാരെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ കോളേജ് ഗ്രൂപ്പിൽ നോക്കിയാൽ അറിയാം. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അനുഗ്രഹം വാങ്ങി തന്നെ വളർന്നവരാണ്. തീർച്ചയായിട്ടും അതെ. അത് പഠിക്കണമെങ്കിൽ നന്നായിട്ട് എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സുമാണ്. വിമൻസ് കോളേജ് പഠിക്കുമ്പോഴും കോട്ടണിയിൽ പഠിക്കുമ്പോഴും ഈ ഒരു പരീക്ഷ വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ് മാർക്കിൽ പാസ്സാവുന്ന കുട്ടികളായിരുന്നു ഒരു 95%. കാരണം അന്ന് അധ്യാപകർ പറയുന്നതൊക്കെ വലിയ വേദവാക്യം പോലെ എടുക്കും. എന്നാൽ അതേസമയം ഡാൻസിന് മിടുക്കരായിട്ടുള്ളവരുണ്ട്, പാട്ടിനുള്ളവരുണ്ട്. ഞാൻ കോട്ടൺ ഹില്ലിൽ വെച്ച് സ്ഥിരമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിന് മലയാളം റെസിറ്റേഷന്, ഡാൻസ്, പാട്ട് ഇതിനെല്ലാം സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാണ്. മലയാളം റെസിറ്റേഷനൊക്കെ എൻ്റെ വീട്ടിലെ അച്ഛൻ തലേദിവസം ചോദിക്കുന്നത് ഏത് കവിതയാണ് പറയാൻ പോകുന്നത്, അച്ഛന് കേൾക്കണം, എൻ്റെ ഉച്ചാരണ ശുദ്ധി കറക്റ്റാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ്.
അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ആ ഒരു സുഖം ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെയൊക്കെ കാലം പോലെ എനിക്കറിയത്തില്ല. ഇപ്പം എന്തോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഇഷ്ടം. ഒരു പുതിയ തലമുറയ്ക്ക് അവരുടേതായ രീതികളായിരിക്കുമല്ലോ ഇഷ്ടം. അതുകൊണ്ട് അത് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതാ അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു കാലം, അന്തക്കാലം എന്നൊക്കെ പറയുന്നത് അതാണ്. വലിയമ്മ കോളേജിലേക്ക് വരുന്ന സമയത്ത് ആ കോളേജിൽ ഒരു സ്റ്റാർ ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നോ, അതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഇനിയിപ്പോൾ റിപ്പീറ്റ് ഇത് വേറെ ഓഡിയൻസ് ആണ് നിങ്ങളെ ഇത് കാണുന്നതെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഇല്ലെങ്കിൽ കാണാപ്പാടോ എല്ലാവർക്കും ഇത്. ഞാനവിടെ വരുമ്പോൾ ആരുമല്ല. അവിടുന്ന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച SSLC ചോദിച്ച ഗ്രൂപ്പ് കിട്ടി, അഡ്മിഷൻ കിട്ടി, വിമൻസ് കോളേജ് ചേർന്നു. അങ്ങനെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറായി. സയൻസ് ഗ്രൂപ്പാണ്. ഇലക്ഷൻ വരുന്നത്. അപ്പം ഞങ്ങൾക്ക് അന്നും ഉണ്ട് ഈ ഒരു 10-20 പേര് ഈ കോട്ടൺ ഹില്ലിൽ പോയ കുറച്ചൊരു ഇച്ചിരി അതൊക്കെ ധാരമില്ല. വന്ന് ഇങ്ങനെ അത്ര പേടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നും എനിക്ക് ആ സ്വഭാവം ഉണ്ട് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും വിരട്ടി അല്ലെങ്കിൽ ഇപ്പോൾ പൂക്കി കയറി കളഞ്ഞെന്നും പറഞ്ഞാലൊന്നും എനിക്കതൊന്നും പ്രശ്നമേ അല്ല. അതൊന്നും പേടിച്ചൊന്നും ജീവിക്കാനൊക്കത്തില്ല. അവരുടെ കയ്യിലല്ല നമ്മുടെ ജീവിതം ഇരിക്കുക. അതൊക്കെ മുകളിൽ നിന്ന് വരുമ്പോഴേ എഴുതി വിട്ടിട്ടുണ്ട് ജാതകം, അതനുസരിച്ചേ പോവും. അപ്പോൾ ഞാനവിടെ ചെല്ലുന്നു. അപ്പോൾ ഇലക്ഷൻ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് ഇളക്കി, ഡോ ഇയാൾ നിൽക്കുക ഇലക്ഷനാണ് കേട്ടോ, മറ്റേ വേറെ ആർട്ട് ക്ലബ്സിൻ്റെ സെക്രട്ടറി ആയിട്ട് നിന്നത്, ഇയാൾ ഒരുപാട് സമ്മാനമൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചതാണ് നിസ്സാര കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അയ്യോ ഒന്നുമില്ലാതെ നമുക്കെല്ലാം കൂടെ അറിയാം, വോട്ട് ചോദിച്ചാൽ മതി, എല്ലാവരും പെൺകുട്ടികളല്ലേ, അയ്യോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒന്നും പറയണ്ട. ആർട്സ് ക്ലബ് സെക്രട്ടറി. അപ്പം എന്നെ പ്രിൻസിപ്പൽ ആദ്യമായിട്ട് വിളിക്കുന്ന അപ്പോഴാണ് ടീച്ചേഴ്സൊക്കെ. മല്ലിക സി ആഫ്റ്റർ ഓൾ ഒരു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാണ്. എതിർത്ത് നിൽക്കുന്ന കുട്ടി BA ഫൈനൽ ഇയറാണ്. ഒരു സാധാരണ രീതിയിലൊരു സിമ്പതി വരും. ആ കുട്ടി ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ അവിടെയാണോ പഠിക്കുന്നത്, ഇത് കഴിഞ്ഞാൽ അങ്ങ് പോകും, ചിലപ്പോൾ വോട്ട് വിടും. അപ്പോൾ ഈ തോൽവിയാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മളെ ഉപദേശിക്കുകയാണ്. സങ്കടം അങ്ങനെ ചെയ്യരുത്, പിടിക്കായിട്ട് നിൽക്കണം, ചിലപ്പോൾ തോക്കും ചിലപ്പോൾ ജയിക്കും. ഞാൻ പറഞ്ഞാൽ ആർക്ക് സങ്കടം, ഇപ്പോൾ ജയിക്കും, ഇതെന്താന്ന് പോലും എനിക്കറിയാൻ വയ്യ ടീച്ചറെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറി നിന്നു. പിന്നെ അതങ്ങോട്ട് നിന്ന് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഭയങ്കര ആലോചന ഞങ്ങളുടെ. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് സീനിയേഴ്സ് ഒരുപാട് പേര് എന്നോട് ഭയങ്കര ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, കെമിസ്ട്രി, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്കൊക്കെ വലിയ കാര്യം, ഒരുപാട് കുട്ടികൾക്ക് കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നില്ലടോ ഇയാൾ ഇറക്കി അങ്ങ് നടന്ന് പറഞ്ഞാൽ മതി, മറ്റവരരങ്ങുന്നില്ല, അവർ വലിയ സീരിയസ് ആകും പറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ വിചാരങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പം ഞങ്ങൾ ചെന്നു പറഞ്ഞ് പബ്ലിസിറ്റിയെ കൊടുത്ത് ഞാൻ ചുമ്മാ കയറി അടിച്ചു. ആർട്സ് വരുന്നതെന്നറിയാമോ? ആരെ? പ്രേംനസീർ ശാരദ. ഞാൻ എൻ്റെ ഉണ്ടാകണൊക്കെ ഞാൻ കണ്ടിട്ടില്ല. 2 പേര് വെച്ചങ്ങ് കലക്കി. ആകെയുള്ള ഒരു വലിയ കളിത്തോഴൻ എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്ത കർമ്മചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടൻ കൈനിക്കര പത്മനാഭപിള്ളയുടെ മകനാണ്. അദ്ദേഹമാണ് ഈ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ള പാട്ടൊക്കെ പാവം ജയചേട്ടനെ കൊണ്ട് പാടിക്കുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച കർമ്മേന്ദ്ര ചേട്ടനെ ചെന്ന് കാണാം, ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പലതും പ്രചരിക്കുക. അപ്പോൾ ശാരദ എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. ഇതപ്പോൾ ശാരദ സ്ഥിരമായിട്ട് അന്ന് വന്ന് താമസിക്കുന്നത് മ്യൂസിയത്തിൻ്റെ അടുത്തൊരു ബെലേർ ഹോട്ടൽ. പിന്നെ ആ ബെലേറൊക്കെ മാറ്റിയിട്ട് അവരൊക്കെ ഞങ്ങൾക്കറിയാവുന്ന എൻ്റെ ഒരു കസിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ചേട്ടൻ്റെ സിസ്റ്ററായിരുന്നു അതിൻ്റെ ഉടമസ്ഥ, കമലാ പണിക്കർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പിന്നീട് അവിടുന്ന് അതൊക്കെ അങ്ങ് പോയി കോളം സൈഡിലെങ്ങാണ്ട് പോയി അവിടെയായി ബിസിനസ്സൊക്കെ. എങ്കിലും ആ സമയത്ത് ശാരദ വന്നാൽ അവിടെ താമസിക്കും. അങ്ങനെ ഇവിടെ ഭദ്രച്ചിറ്റ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ് വരുന്നു. അപ്പോൾ വരുമ്പോൾ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ ഞാൻ സിനിമയിലൊന്നും ഇല്ലല്ലോ. മെരിലാൻഡ് സ്റ്റുഡിയോയിൽ ആകെയുള്ളൊരു വലിയ ഡോക്ടർ ശിവകുമാർ എന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടനൊക്കെ അറിയുന്ന ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഡോക്ടറാണ്, സുബ്രഹ്മണ്യ മുതലാളിയുടെ. അപ്പോൾ എന്തായാലും ശരി, അപ്പോൾ ഇവരെ ഒന്ന് പോയി കണ്ടാലോ 2 പേരെയും കൂടെ എന്ന് പറഞ്ഞ് ഞാനും 3 പേരുണ്ട്. ഞങ്ങൾ ഒരു വണ്ടിയൊക്കെ എടുത്ത് ഒരു ദിവസം കോളേജിൽ നിന്ന് നേരെ ഭദ്രച്ചിറ്റയുടെ ഷൂട്ടിങ് ഇറങ്ങും. മെരിലാൻഡ് സ്റ്റുഡിയോ ചെല്ലുമ്പോൾ ശാരദയുണ്ട്, നസീർ സാറുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന നസീർ സാറേ, ഞാൻ ഇന്നാരാണ് കർമ്മേന്ദ്രൻ. കർമ്മേന്ദ്രൻ. പുള്ളി വിചാരിച്ച് ഏതാണ്ട് സിനിമാക്കാരിയൊക്കെ പറയാൻ പറ്റുമെന്നാ. ഇങ്ങനെയാണ്, കസിനാണ്. എന്താ പറഞ്ഞോളൂ സാറല്ലേ പാവം, പറഞ്ഞോളൂ എന്ന്. ഞാൻ സാറേ ഒരു അബദ്ധം പറ്റി. എന്താ? ഞങ്ങൾ വിമൻസ് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ ഒരു ഇലക്ഷൻ ഞാൻ കയറി പേര് കൊടുത്തു. ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് എല്ലാവരും പറയുന്നു മിടുക്കിയായിട്ടൊക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ തോറ്റുപോകും. അല്ല, തോറ്റാൻ സങ്കടമില്ല, പക്ഷേ ഞാൻ കയറി ഒരു വേണ്ട അതിനെ എന്താണ് സംഭവം? ഞാൻ പറഞ്ഞു, ഞാൻ ജയിച്ചാൽ ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് പ്രേംനസീർ സാറിനെ ശാരദ ചേച്ചിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് 2 പേരും കൂടെ ഉള്ളൊരു പടമാണ് ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ നസീർ സാർ ശാരദ ചേച്ചിയെ വിളിച്ചു, ശാരദ കൊണ്ട് വരണം. ഞാൻ ചേച്ചി താമസിക്കുന്ന ഹോട്ടലിൽ എനിക്കറിയാവുന്ന ഇന്നാരുടെ എനിക്കറിയാം, ഞാൻ അവിടെ വന്ന് കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചപ്പോൾ ചേച്ചി രാവിലെ പോവും, വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തൊക്കെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നസീർ സാർ കുരിഞ്ഞിരുന്ന് ചിരിക്കുക.
സാറിന് ചിരി വന്നു ആലോചിച്ച് നോക്കി, ഒരു കാരണം പറഞ്ഞു, ഞാൻ കയറി പറഞ്ഞു പോയി, അതുകൊണ്ട് സാറ് വന്നു. വേറെ ഒരു മനുഷ്യർ ഇന്നത്തെ നിങ്ങൾ പറഞ്ഞാൽ ഞാനെന്താ വേണമെന്ന് ചോദിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അവിടെയാണ്. എന്താണിപ്പോൾ സംഭവം? ഞാൻ സാറേ ഒരു അരമണിക്കൂർ എപ്പോഴെങ്കിലും ചേച്ചി എന്നെ ഒന്ന് രക്ഷിക്കണം, രണ്ടുപേരും കൂടെ ഒന്ന് അയ്യോ കള്ളവല്ല മല്ലിക എല്ലാവർക്കും ഇഷ്ടമാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ വലിയ സപ്പോർട്ട് ചെയ്ത് പറയാം. നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ലേ കൊണ്ടുപോകുള്ളൂ നമ്മൾ. അങ്ങനെ സാർ പറഞ്ഞു, എന്ത് ചെയ്യാൻ ശരദ, അല്ല നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 3 മണി 2:30-3 മണിക്കൊക്കെ വയ്ക്കാം. അയ്യോ പാതിരാത്രി 2:30 വയ്ക്കാൻ പറഞ്ഞാലും വയ്ക്കാം, സാർ വരും. അപ്പോൾ ഇവർക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്, ഒരു 1-1.5 മണി തൊട്ട് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ ആ ബ്രേക്ക് കഴിഞ്ഞ് തുടങ്ങാനൊക്കെ റെഡിയാകുന്ന സമയത്ത് ഒരു അരമണിക്കൂർ അവിടെ വന്നിട്ട് പറയാം. ഏതായാലും വലിയ ഒരു വാക്ക് കൊടുത്തതല്ലേ, അത് എൻ്റെ പേരും പറയാം, തെറ്റിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കർമ്മേന്ദ്രൻ ചേട്ടനെ കൊണ്ട് ഞാനൊന്ന് വിളിപ്പിച്ചു. ചേട്ടാ ഞാൻ ഒന്ന് അതൊന്നും പറയേണ്ട. അതുപോലെ ചേട്ടനും എനിക്ക് വേണ്ടി ഒറ്റ പ്രാവശ്യം അത് ഫോൺ ചെയ്തു. അയ്യോ എൻ്റെ ഈശ്വര, ഞാൻ ഇന്ന് സാറിനെ ഇങ്ങനെ സ്മരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി, പ്രേം നസീർ ശാരദയും കൂടെ ഒന്നിച്ച് വരുന്ന വിമൻസ് കോളേജിലെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ. അന്നത്തെ എന്നെ വിളിച്ചു. അന്ന് എസ്തർ ഹലീഗോ മാഡമാണ് പ്രിൻസിപ്പൽ. മാഡം വിളിച്ച് ഇത് എങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദിച്ചു. ഞാൻ നാക്കുകൊണ്ട് സാധിച്ചു. മാഡത്തെ എന്നെ അന്ന് വിട്ടാ ഞാനിങ്ങനെയൊക്കെ പറയുള്ളൂ. ഞാൻ പൊന്നു മാഡം ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ നാക്കുകൊണ്ട് സാധിച്ചതാണ്. ഞാൻ അവിടെ ചെന്ന് കരഞ്ഞൊക്കെ പറഞ്ഞു, കൊള്ളാള് എന്നൊക്കെ പറഞ്ഞ് മാഡവും ടീച്ചേഴ്സും കൂടെ കളിയാക്കി. എൻ്റെ ഈശ്വര, ഇവർ വരുന്നതിനത് നോക്കുമ്പോൾ വിമൻസ് കോളേജിൻ്റെ മതിൽ മുഴുവൻ ആർട്സ് കോളേജിലെ പിള്ളേർ. ഇതൊക്കെ ന്യൂസായി. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരും. അന്ന് അങ്ങനെ കോളേജിൽ 2 വലിയ താരങ്ങളൊന്നും ഒന്നിച്ച് പോകുന്ന കാലഘട്ടമൊന്നും അല്ല. ആരെങ്കിലും രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏതെങ്കിലും ഇങ്ങനെയൊക്കെ സാഹിത്യകാരൻ ONV സാർ ഇങ്ങനെയൊക്കെ ഉള്ളവരെ വിളിച്ചല്ലേ. ഇത് ജയിക്കാൻ വേണ്ടി വെച്ച കലക്കിയതാണ് വിമൻസ് കോളേജ് അല്ലയോ. എന്തിനാ പറയുന്നത്? ഒടുക്കം ഞാൻ ജയിക്കുന്നു വൻ ഭൂരിപക്ഷത്തിൽ. 1200 വോട്ട് എനിക്കും എന്നെ എതിർത്ത് നിന്ന ആളിനെ ഏതാണ്ട് 300 അപ്രോക്സിമേറ്റ്ലി അത്രയും ഭയങ്കര മാർജിനിൽ ഞാൻ ജയിക്കുന്നു. എല്ലാവരും അതിശയിച്ചു. ഞാൻ തോക്കുമെന്ന് എഴുതി. അപ്പോഴാണ് സീനിയേഴ്സ് ഉണരുന്നത്. ഇതെങ്ങനെ ഈ കൊച്ചു കൊണ്ട് ജയിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ജയിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവർ വരുന്നു, ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ നടത്തുന്നത് അങ്ങനെ ഗംഭീരമായിട്ട്. അപ്പോഴാണ് എൻ്റെ മോനെ, ഞങ്ങൾക്കാർക്കും ഒരു രാഷ്ട്രീയവും ഇല്ല കേട്ടോ, അങ്ങനെ പറ്റത്തില്ല, നമുക്കൊന്നും അത് അറിഞ്ഞുകൂടാ. അപ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുത്തു, പിറ്റേ ദിവസം ഒരു ബോർഡ്, എന്താണ് KSU ജയിച്ചു വിമൻസ് കോളേജിൽ. അപ്പം അതാരാ? അതാണ് നമ്മൾ ചോദിക്കുന്നത് ആദ്യം. അന്ന് എനിക്ക് അറിയത്തില്ല സത്യം. അതൊക്കെ സത്യസന്ധത എന്നുള്ളത് ഹസൻ സാറിനും തിരുവഞ്ചൂർ സാറിനും ഒക്കെ അറിയാം. എനിക്ക് അതിൻ്റെ ഫുൾ ഫോം പോലും അറിഞ്ഞുകൂടായിരുന്നു അന്ന്. ഇതെന്തോ സംഭവം, ആരാ അത്? അല്ല അതേ നിങ്ങളുടെ അച്ഛനൊക്കെ പഴയ ഗാന്ധിയന്മാർ കോൺഗ്രസ് കുടുംബം ആണെന്നുള്ള ഇതിൽ എല്ലാവരും ഖദറായിടുന്നത് കൈനിക്കരക്കാരെല്ലാവരും. അതായത് ഗാന്ധിയന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗാന്ധിയന്മാരൊന്നുമല്ല. അവരുടെ ഒന്നും വായിസ് ഒരു തെറിയേക്കാരും ഒന്നും കിട്ടത്തില്ല. അവരൊക്കെ മാന്യമായ ഒരു സാക്ഷാൽ ഗാന്ധിയന്മാരായിട്ട് ജീവിച്ചവരാ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മല്ലിക കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. അത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വേറെ, ഞാനങ്ങ് വിട്ടു. ശരിയാണ്, എൻ്റെ അച്ഛൻ എപ്പോഴും നെഹ്റുവിൻ്റെ ചരിത്രം പറഞ്ഞു തന്നിട്ടുള്ളതും ഇന്ദിരാഗാന്ധിയുടെ മരണം വരെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് കേട്ടാൽ നമുക്കും കഷ്ടം തോന്നും. അയ്യോ, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്ന ദിവസം ഈ വല്യച്ഛന്മാരും അച്ഛനും സന്ധ്യ വരെ ആഹാരം കഴിയുന്നില്ല, നാരങ്ങാവെള്ളമേ ഉള്ളൂ. ഇതിനൊക്കെ ഞങ്ങൾ കളിയാക്കാൻ തുടങ്ങി. വയസ്സുകാലത്ത് നാരങ്ങ അച്ഛാ മഹാത്മാഗാന്ധിയോ പോയി, അച്ഛൻ ഇനി വല്ല അസുഖം പിടിച്ച് വരത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്സ് പറയുന്ന സംഭവം ഞാൻ അപ്പോഴാണ് ആദ്യം അറിയുന്നത്. പിന്നെ ഞങ്ങളാരും പിന്നെ അതിൻ്റെ പേരിൽ എവിടെ നടന്നിട്ടില്ല. അന്ന് അവരിങ്ങനെ പറഞ്ഞുണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ എല്ലാ കോളേജിലും ഇങ്ങനെ കോൺഗ്രസിൻ്റെ സംഘടന, കമ്മ്യൂണിസ്റ്റുകാരുടെ സംഘടന, ഇങ്ങനെ ഓരോരോ ഇപ്പം എല്ലാം ഉണ്ടല്ലോ. SFI, DYFI ഉണ്ട്, ASU ഉണ്ട്, പിന്നെ ഇവർക്കും ഉണ്ടെന്ന് തോന്നുന്നു, BJPക്കാർക്കും ഉണ്ടല്ലേ, ABVP എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയം അതിനകത്ത് അത്രയ്ക്ക് കുത്തി നിറയ്ക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യസന്ധമായ അഭിപ്രായം. ആകാം, അതിനോട് അനുഭാവമുള്ള കുട്ടികൾ വേണം, അവരവരുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചോട്ടെ. പക്ഷേ ഇതിൻ്റെ ഒരു നല്ല വശം മാത്രം പ്രയോഗിക്കാതെ അവരൊക്കെ വേറെ വഴിയും കൂടെയൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കോളേജ് ക്യാമ്പസിൽ കാണിക്കുന്നതാണ് നമുക്കൊരു വിഷമമുണ്ട്. കാരണം അടുത്ത കാലത്ത് അധ്യാപികമാരെ ഘെരാവോ ചെയ്യുക, അതിനകത്ത് അടിയും പിടിയും നടക്കുക, പുറകിലൊരു ആളില്ലാത്ത മുറിയുണ്ട്, അവിടെ കൊണ്ടിടിച്ചു ഊത്തി പിടിച്ചു. അതൊക്കെ അപ്പം തിരുത്തണം നേതാക്കന്മാർ. ഞാൻ സത്യം പറയട്ടോ, അത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകയെ അവരോടൊക്കെ ജനങ്ങൾക്കൊരു ഇവർ കാണുന്നത് ഈ പാർട്ടി അണികളെ മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് അവരുടെ നിലനിൽപ്പാണ് നേതാക്കന്മാരുടെ. അതൊക്കെ സത്യമാണ്, എനിക്കൊക്കെ മനസ്സിലാവും, അത്ര മണ്ടിയൊന്നുമല്ല ഞാൻ. പക്ഷേ ഞാൻ പറയുന്നത് അത് ഇനിയെങ്കിലും കുറേശ്ശെ ഈ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കണം. ക്യാമ്പസിനകത്ത് കയറിയാൽ
മര്യാദയ്ക്ക് അച്ഛനമ്മമാർ കാശ് മുടക്കി പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കുക, പോവുക. ഞങ്ങളുടെയൊക്കെ സമ്മേളന സ്ഥലത്ത് വരുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ ചായ്വും അഭിപ്രായങ്ങളും. ഇപ്പം ഞാൻ എല്ലാ ആൾക്കാരെയും നല്ലത് ചെയ്തവരെ നല്ലത് പറയും. ഞാനതുകൊണ്ട് അവരുടെ കൂടെ കൂടിയും പിടിച്ച് നടക്കുന്ന ആളാണോ? അല്ല. ഇതിപ്പോൾ പ്രൈം മിനിസ്റ്റർ ചെയ്താലും മുഖ്യമന്ത്രി ചെയ്താലും ആര് ചെയ്താലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അവിടെ പാർട്ടിയും ഒന്നും നോക്കരുത്. ഞാൻ എപ്പോഴും പറയും, എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് ഭയങ്കര കളിയാക്കലല്ലേ, നിങ്ങൾ പഴയ ഗാന്ധിയൻ ഇന്നാരുടെ മോളാന്ന് വേണ്ടിയപ്പോൾ നിങ്ങൾ ഈ ഇടതുപക്ഷത്തിന് ഒരുപാട് സപ്പോർട്ട്. ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഒന്നും വായിക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രി പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് അവരുടെ ഇന്ന ഫേവർ ചോദിച്ചെന്നോ ഒരു അത് ചെയ്യാൻ പറയട്ടെ. ഞാൻ പറയാറില്ല. എന്നെ വിളിക്കും, ചില കാര്യങ്ങൾ അതെങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞാലും നല്ല കാര്യമാണ്. സത്യം ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 5 വർഷം ഞാൻ കയറി ഇറങ്ങിയിട്ട് നടക്കാത്തൊരു കാര്യം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പം സംഭവിച്ചതാണ്. നിങ്ങളൊക്കെ കണ്ടല്ലൊരു ട്രോള്, ലംബോർഗിനി വെള്ളത്തിൽ കൂടെ പോകുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കണ്ടിട്ടില്ലേ പണ്ട്? അവിടെ വെള്ളം കയറിയപ്പോൾ എങ്ങനെ കയറിയത്? ഞാൻ കൊണ്ടൊഴിച്ച വെള്ളമാണോ? അല്ലല്ലോ. മഴ പെയ്തപ്പോൾ 5 ഡാം തുറന്നു. ഞങ്ങളുടെ വീട്ടിലൂടെ മാത്രമല്ല, പക്ഷേ അതേ വന്നുള്ളൂ ന്യൂസ്. PMGയിൽ വന്നു, സുധീര സാറ് മറ്റേ റബ്ബർ ഈ ഊതി വീർപ്പിച്ച മറ്റേ ഇവരുടെ ഫയർഫോഴ്സിൻ്റെ ബോട്ടിൽ പോകുന്നു, വേറെ എങ്ങാണ്ടൊക്കെ വരുന്നു, നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൻ്റെ അവിടെ വരുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ജോലിക്കാർക്കൊക്കെ പേടി. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ആ ബോട്ടിൽ കയറ്, ഒന്നുമില്ല, ഇത്തരം വെള്ളമേ ഉള്ളൂ, പക്ഷേ കാർ പോകത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അവർ ഇങ്ങനെ ഒരു വളവ് തിരിയുന്നിടം വരെ ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് അവിടുത്തെ കൗൺസിലർ, അത് BJP കാരനാണ് അന്ന് കൗൺസിലർ ഗിരി എന്ന് പറഞ്ഞ്. പുള്ളിക്ക് അറിയാമല്ലോ, ഞാൻ അവരുടെ പാർട്ടി പ്രവർത്തനത്തിലൊന്നും പോയിട്ടില്ല. മാഡം എന്ന കാര്യം ചേട്ടിട്ട് അതപ്പോൾ പുള്ളിക്ക് തോന്നിയതൊരു ഈ സ്ത്രീ അവർ ജോലിക്കാരെയൊക്കെ അത് കയറ്റി ചേച്ചി ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഇതിൽ കയറിയിട്ടെന്ന് പുള്ളിയാണ് അത് ഉത്സാഹിച്ച് എന്നെ ആ വളവ് തിരിച്ച് അവിടെ കയറിയപ്പോൾ കാലം മാത്രമേ തന്നെ എത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൻ്റെ ഇടയ്ക്ക് 4 റോഡിൻ്റെ ഒരു ഇറക്കം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എല്ലായിടത്തു നിന്നുള്ള വെള്ളം കൂടെ അവിടെ പൊങ്ങി. ഇതിന് ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. കാര്യം കോൺഗ്രസ്സുകാരൻ്റെ മോളാണ്, പക്ഷേ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഞാൻ ഒരുപാട് കയറി ഇറങ്ങി, ഒന്നും നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇതാണ് സാർ, വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കൊറോണയും വന്നു. അപ്പോൾ കൊറോണ സമയത്ത് പുറത്തോട്ടിറങ്ങരുത്, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുന്നൊക്കെ പറയുക. അപ്പുറത്തെ വീട്ടിലുള്ള ഒരു മാഡം എങ്ങാണ്ടെന്നൊക്കെ വെള്ളം ഒഴിച്ച് നമ്മുടെ റോഡൊക്കെ വെള്ളം, വണ്ടി ഇറക്കാൻ പോയി. അപ്പോഴാണ് ഞാനും എഴുന്നേറ്റ് കാണുന്നത് വെളുപ്പാങ്കാലത്ത്. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ ഇത് രണ്ടും കൂടെ നടക്കത്തില്ല, കൊറോണയാണ്, ആരും വീട്ടിൽ വെളിയിൽ ഇറങ്ങരുത്, ഞങ്ങളൊക്കെ വെള്ളത്തിൽ പെട്ട് ചത്തുപോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു പ്രതിവിധി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പം യാതൊരു സംശയമുണ്ട്, ഇനിയും ഞാൻ പറയും, അത് ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അത് 24 മണിക്കൂർ കൊണ്ട് അത് കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം പിന്നെ കോർപ്പറേഷനിൽ കിടന്ന് പിന്നെയും വിളിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് ബുദ്ധിമുട്ടിച്ചില്ല. പ്രധാന സംഭവങ്ങൾ അതോടുകൂടി തീർന്നു. ഇനിയുണ്ട് ബാക്കി, അതിനി കോർപ്പറേഷൻ ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റാൾമെൻ്റായിട്ട് ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വല്യമ്മ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ, അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ വരുന്നു. ഇപ്പോൾ ഈ 2 ഇലക്ഷൻ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം മല്ലികമ്മയുടെ ഒരു എക്സ്പീരിയൻസ്, കാരണം എനിക്ക് അത് പറയുമ്പോൾ എനിക്ക് 2-3 സംഭവങ്ങൾ എനിക്ക് മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടാക്കി. സത്യം തുറന്നു പറയണം, ഞാനിങ്ങനെ പറയുന്ന ആളാണെന്നറിയാം. ഒന്ന്, നമ്മുടെ ആമഴഞ്ചാൻ തോടില്ലേ ഒരു തൊഴിലാളി ശുദ്ധീകരണത്തിന് ഇറങ്ങിയപ്പോൾ നടന്ന സംഭവം ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, കോർപ്പറേഷനും റെയിൽവേയും അതും ഇതും. എനിക്ക് വാസ്തവം പറയണേ, ആ കക്ഷിയുടെ ആ ഒരു അപകടം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മായില്ല. അത് എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ. ഇപ്പോഴും ഈ ഇപ്പം ഇവിടെ കേൾക്കുന്നില്ലേ, മൈക്കിൽ കൂടെ വിളിച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ, ജയിപ്പിക്കുക ജയിപ്പിക്കുക ജയിപ്പിക്കുക. അത് മാത്രം പോരാ, ഈ ജയിപ്പിച്ചവൻ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ല, ഇതൊക്കെ കിട്ടത്തില്ല, അപ്പം ചിലപ്പോൾ പലതും നടക്കത്തില്ല, അപ്പം നിൽക്കാൻ പോകരുത് ഇലക്ഷന്. ഒന്നുമില്ല അത് ചെയ്യുക, നിന്ന് ആൾക്കാരെ ഈ വക വാഗ്ദാനങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ മന്ത്രി പൈസ തന്നില്ല, വകുപ്പ് അനുവദിച്ചില്ല, അതൊക്കെ അത് അവരുടെ ജോലിയാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഇതിൻ്റെയൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുക. അല്ല പാർട്ടി പറഞ്ഞാൽ ആദ്യം ചോദിക്കണം, സാറേ നമ്മുടെ അവിടെ ഇങ്ങനത്തെ സീരിയസ് ആയിട്ട് 1-2 പ്രശ്നങ്ങളുണ്ട്, ഇതിനൊരു പരിഹാരം നടക്കുമോ? അല്ല സത്യം പറയും. ഇപ്പം ഞാൻ വേറെ ഇപ്പം ആര്യ, എനിക്ക് വളരെ അടുത്ത ഒരു മേയറാണ്, സത്യമാണ്. ഞാൻ ആര്യോട് തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി വരെ ഇടപെട്ട്
പിറ്റേ ദിവസം കളക്ടർ വരുന്നു, ഞങ്ങളുടെ റോഡ് ശരിയാക്കുന്നു, പുറകുവശത്തെ തോട് ശരിയാക്കുന്നു. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കോമ്പൗണ്ടിലെയും വീട്ടിലൊന്നും വെള്ളം കയറുന്നില്ല. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്. ആ തോടൊന്ന് വീതി കൂട്ടണം കുറച്ചും കൂടെ. അതിപ്പോൾ ചെയ്യുന്നുണ്ട്, ദോഷം പറയരുത്. ഒരു മഴക്കാലം വരുമ്പോൾ JCB ഒക്കെ കൊണ്ടുവന്ന് അവർ ക്ലീനാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് ഈ PTP മുതലുള്ള വീടുകളിൽ നിന്നൊക്കെയുള്ള വീട് പൊടിഞ്ഞ സാധനങ്ങൾ, കട്ടയും വിറകും അതും ഇതുമൊക്കെ എടുത്തിട്ടിട്ടാണ് ഈ ബ്ലോക്ക് ആവുന്നത്. അല്ലെങ്കിൽ നേരെ അങ്ങ് ആറ്റിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് വരാതെ അതിന് വീതി കൂട്ടി ഇതിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടരുതെന്ന് പറയാനായിട്ട് മന്ത്രി കണ്ടെങ്കിലേ പറയാവോ? കോർപ്പറേഷൻ അധികാരികൾക്ക് പറയാം, വാർഡ് കൗൺസിലർക്ക് പറയാം. ഇവരൊക്കെ ഇതിനു വേണ്ടി അവരുടെ ഗവൺമെൻറ് ആണെങ്കിൽ പോലും സമരം ചെയ്യണം. അതെന്താണെന്നറിയാമോ? അവർ അത് എന്താ ചെയ്യേണ്ടതെന്നറിയാൻ നിൽക്കുന്നത് വെച്ചാൽ, ഇത് നമ്മുടെ സർക്കാരാണ്, അടുത്ത പ്രാവശ്യം സീറ്റ് കിട്ടത്തില്ല, അങ്ങനെ ചിന്തിക്കല്ലേ മക്കളെ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ജോലി അടുത്ത പ്രാവശ്യം ഈ ജനങ്ങൾ നിങ്ങളെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പ്രവൃത്തി നിങ്ങൾ ചെയ്തേ പോകുള്ളൂ. സത്യം പറയാം, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ തൊഴിലെ സംഭവം ശരിക്കും ഞെട്ടിപ്പോയൊരു സംഭവം. അതൊക്കെ ദൈവമേ, ഒന്ന് ശുദ്ധീകരിക്കാൻ ഇറങ്ങിയ അയാൾ ആരെയും ദ്രോഹിക്കാൻ ഇറങ്ങിയതല്ലല്ലോ, ട്രോളുകാർക്ക് വേണ്ടിയിട്ട് സംഭവം ഉണ്ടാക്കാനൊന്നും ഇറങ്ങിയതല്ല. പക്ഷേ എന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചു? അപ്പം ഞാൻ പറയുന്നത് ഇപ്പം തന്നെ അതേപോലെ പല കാര്യങ്ങളുണ്ട്. എവിടെങ്കിലും വെള്ളപ്പൊക്കം ഒരുപാട് സ്ഥലത്ത് ഈ ഡാം തുറക്കുമ്പോഴും അത് തുറക്കുമ്പോഴും ഒക്കെ ഇതുപോലെ ഈ നദികളൊക്കെ ഓവർഫ്ലോ ചെയ്ത് വെള്ളം വരുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ നടക്കാൻ വയ്യ, നമ്മൾ കാണുന്നില്ലേ അഴുക്ക് വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളാണ് ആദ്യം നമ്മളൊന്ന് കാണുക. എനിക്കത് വളരെ ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ ശ്രദ്ധിക്കണം. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ഓരോരുത്തർ കയറി ഇരുന്നുകൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് ഡയലോഗ് അടിക്കുന്നതിന് പകരം നിങ്ങൾ ജയിക്കാൻ ഏത് പാർട്ടിയും ആവട്ടെ, ഞങ്ങളുടെ എല്ലാവരുടെയും അണികളുടെ സപ്പോർട്ടുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് എത്ര ശമ്പളം കിട്ടും, എവിടെ താമസിക്കും, എത്ര ബാറ്റ് കിട്ടും, അതൊന്നും അല്ല കാര്യം. അത് ഇപ്പം ഞാൻ പറയാം, ആര്യയ്ക്ക് തന്നെ പറ്റിയ ഒരു ചെറിയ അവസരം ഞാൻ എൻ്റെ ഒരു സ്വന്തം അനിയത്തിയോട് പറയാം. ഞാൻ ആ ബസ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ, എനിക്കത് പറയുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇപ്പോൾ ആര്യയ്ക്കും ഭർത്താവിനും MLA ശരിയാണ്, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. അനുഭവിച്ചത് മുഴുവൻ ആ വണ്ടി ഓടിച്ചവരാ. എന്താണ് അവൻ ചെയ്തത് തെറ്റെന്തൊക്കെ അടിച്ചു പിടിച്ചതൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ആ വണ്ടി കൊണ്ടുവന്ന് കുറുകെ നിർത്തിയത് ഒരു MLA ചെയ്യാൻ പാടില്ല. MLAക്ക് അല്ലാതെ പറയില്ല, ആ വണ്ടി അവിടെ നിർത്തിക്കുന്നത് പോലീസുകാരനെ വിളിച്ച് പറഞ്ഞാൽ പോരെ, അവർ സ്റ്റോപ്പ് ചെയ്തു. അതിനകത്തിരിക്കുന്ന യാത്രക്കാരെന്ത് തെറ്റ് ചെയ്തു? പിന്നീട് നമ്മൾ കാണുന്നു ക്യാമറ ഊരിക്കൊണ്ട് പോയെന്നോ വേറെ ഏതാണ്ടൊക്കെ അത് കാണുന്നില്ലെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ വിശദമായിട്ടൊന്ന് ചോദിക്കണമെന്നോ അന്വേഷിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു അനിയത്തിയെ പോലെ ഞാൻ അടുപ്പമുള്ളൊരു കുട്ടിയാണ്, എനിക്ക് അറിയില്ല. ഈ വീഡിയോസ് പലതിലും വന്ന് കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി അതെന്തിനത് ക്യാമറ എടുത്തുകൊണ്ട് പോയേ, ആ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ സത്യസന്ധമായിട്ട് അറിയുമായിരുന്നല്ലോ എന്നൊരു സാധാരണക്കാരന് തോന്നിയാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് ജനപ്രതിനിധികൾ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുകയും, പക്ഷേ ജനങ്ങളെ കൊണ്ട് തന്നെ ആൾ കൊള്ളാമല്ലോ, അവർ കണ്ടപ്പോൾ സുഖമായിട്ട് വീട്ടിൽ ഇരിക്കുന്നത് പാവപ്പിടിച്ച് അങ്ങേരുടെ ജോലിയും അത് പറയിപ്പിക്കുന്നത്. അതെനിക്ക് സത്യമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അടക്കം എല്ലാ മന്ത്രിമാരോടും ഉണ്ട്. അങ്ങനെയുള്ള തെറ്റുകൾ ഇത്രയും വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത് ഞാൻ ഒരുപാട് സാധാരണക്കാരുടെ ഫംഗ്ഷന് പോകുന്ന ആളാണ്. ഞാൻ വലിയ ഗ്ലാമർ ഫംഗ്ഷന് പോകുന്ന ആളല്ല, സത്യം പറയാം. എന്നെ വിളിക്കുന്ന എല്ലാം അങ്ങനത്തെ ഒരു പരിപാടികളായിരിക്കും. ഒരുപാട് സ്ത്രീകൾ കൂടുന്നിടത്ത്, അല്ലെങ്കിൽ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ എവിടെയും ക്യാമറയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ടോ നിങ്ങളെ? എന്നാൽ ഞാൻ എൻ്റെ 3-4 കളക്ടർമാരുടെയൊക്കെ പേര് പറഞ്ഞുതരാം, ഒന്ന് പോയി ചോദിക്ക്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇന്നും വിശ്വസിക്കുന്നത് വലതേ കൈകൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയുമെന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്ന തിരുമേനിമാർ പോലും, ഞങ്ങളുടെ അമ്പലത്തിലെ വിശ്വാസം ഒരു ഭാഗത്തിരിക്കട്ടെ, ഞാൻ കാണുന്ന പള്ളികളിലൊക്കെ പോയി കുർബാനയൊക്കെ കൊള്ളാനായിട്ട് അതെല്ലാം പറയുന്ന അച്ഛന്മാരുണ്ട്, എനിക്ക് വളരെ അടുത്തറിയാവുന്നവരുണ്ട്, തിരുമേനിമാരെ എനിക്കറിയാവുന്നവരുണ്ട്. അതുപോലെ ഞാൻ ജീവിച്ചത് ഖത്തറിലാണ്. അവിടെ ജുമായ്ക്ക് പോകുമ്പോൾ ഉള്ളവരുണ്ട്. എന്നെ ഷെയ്ഖ് ഫൈസൽ എന്ന് പറഞ്ഞ എൻ്റെ സ്പോൺസർ, ഞാൻ എല്ലാ റംസാനും 100 പേരുടെ ബിരിയാണി ഞാൻ എൻ്റെ ഹോട്ടലിൽ എത്തിക്കും. അതിപ്പോൾ ഞാൻ നാളെ അങ്ങോട്ട് ആ പാർട്ടി ചേരാമെന്ന് വിചാരിച്ചിട്ടില്ല. അതൊരു മനുഷ്യത്വപരമായ ഇതാണ്. ആ സമയത്തല്ലേ അന്നദാനം മഹാദാനമാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെ ഏത് ദൈവം ആയിക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തികളിലൂടെ നമുക്കൊരു നന്മയുണ്ടാവുന്നെങ്കിൽ വേറെ വല്ലവരും എന്ത് തോന്നും, അവൻ എന്ത് പറയും, ഇതൊന്നും നമ്മൾ കാര്യമാക്കരുത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ എന്തോരം കിടന്ന് ബഹളം വയ്ക്കുന്നു, ജയിപ്പിക്കുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സുഖസൗകര്യങ്ങളെല്ലാം ഇപ്പോൾ ശരിയാക്കി കയ്യിൽ തരും.
ആ വാഗ്ദാനങ്ങൾ അപ്പോഴത്തേക്കുള്ള വാചക കസരത്തായിട്ട് മാറ്റരുത്. പ്രവർത്തിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും കുറച്ച് പൈസ. ഞങ്ങളൊക്കെ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, ഒരു കിഡ്നി ഓപ്പറേഷൻ, ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരുത്തനോട് ഞാൻ ആർക്കൊക്കെ പക്ഷെ കൊടുത്തവർക്കറിയാം. ഞാൻ അവരോട് പറയുന്നതും അതാണ്. അവൻ തന്നു, ഇവൻ തന്നു, അമ്മ തന്നു, മക്കൾ തന്നു, ഒന്നും പറയണ്ട. അത് പറഞ്ഞാൽ ഉള്ള ഗുണം പോയി കിട്ടും പൊന്നു മക്കളെ. അതാണ് എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷെ അത് രാഷ്ട്രീയത്തിലത് പറ്റത്തില്ല. കാരണം അവർക്ക് വളരണമെങ്കിൽ ജനങ്ങൾ അറിയുന്നത് ഒരു ഭാഗത്തൊരു പരിധി വരെ ആവശ്യമാണ്. അപ്പോൾ അതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ഒരു നിസ്സാരം ഒരു പോലീസുകാരനെ കൊണ്ട് ആ ബസ് നിർത്താൻ പറ്റും. എന്തിനാണ് അവിടെ ആ കാറ് കൂടെയായിട്ട് നിർത്തിച്ചത്? അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇതെന്തൊന്നും പറ്റിയത്. പിന്നെയാണ് ഞാൻ അറിയുന്നത് ആര്യയുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു, MLA ആണ്. എന്ത് MLA ആയാലും MP ആയാലും ശരി, അവരെല്ലാവരും ഈ പൊസിഷനിൽ എത്തുന്നതും ഈ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്നതും അല്ലേ. ഇപ്പോൾ 2 വർഷം പേഴ്സണൽ സ്റ്റാഫ് ചെയ്ത പെൻഷനുണ്ട്. 71 വയസ്സായി ജീവിക്കുന്നത്, എനിക്ക് ഒരു പെൻഷനും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ സംഘടനയ്ക്കും ആ സംഘടനയ്ക്കും ഈ സംഘടനയ്ക്കും ഒക്കെ ഉണ്ട് ക്ഷേമനിധി പെൻഷൻ, മറ്റേ അവശ്യ കലാകാരന്മാരുടെ പെൻഷൻ, അമ്മ പെൻഷൻ. ഇതൊന്നും വേണമെന്നല്ല. അയ്യോ ഈശ്വര, അത് വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ. പക്ഷേ നമ്മൾ അതിനു വേണ്ടി ആവരുത് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് ശരിക്കും നമുക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനത്തിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കണം. ഞാനാണേ സത്യം ഞാൻ പറയും, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു ആൾക്കാർ താമസിക്കുന്നിടത്ത് വെള്ളം പൊങ്ങി, തൽക്കാലം ഒരു മോട്ടർ കൊണ്ടുവച്ച് പോട്ടെ, ഒരു 5000 രൂപ പോയാലും സാരമില്ല, ഒരു വെള്ളം ഒന്ന് അടിച്ച് കളഞ്ഞു കൊടുക്ക്. അത് ഇനിയിപ്പം മന്ത്രി വന്ന് വകുപ്പിൽ പോയി മറ്റേ ഒപ്പിട്ട് 5000 കിട്ടിയെങ്കിലും ചെയ്യാവുന്നതല്ലോ ഉണ്ടോ? ഇവർക്കിത് ഉണ്ടാക്കാമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഈ അടി നടക്കുന്നത് സ്ഥാനത്തിന് വേണ്ടി. അപ്പോൾ അതുണ്ടാക്കിക്കോ. അപ്പോൾ അത് അങ്ങനത്തെ തെറ്റുകൾ ദയവ് ചെയ്ത് നിങ്ങൾ സ്ഥാനാർത്ഥികൾ ഏത് പാർട്ടി ആയാലും ശരി, അക്കാര്യത്തിലാണ് ഞാനെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഗിരി എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം BJP-കാരനാണ്. ഒരു കാര്യമില്ല, ഒരു ചെമ്പ് കൊണ്ടുവന്ന് അമ്മയെ അവരെ ബോട്ടിൽ കയറാനുള്ള താല്പര്യമെങ്കിൽ അമ്മയ്ക്ക് ഇത് കയറാൻ പേടിയുണ്ടോ? ഞാൻ അങ്ങോട്ട് എന്തിനാ കുട്ടി ചെയ്യുന്നത്? പക്ഷേ ഇപ്പം ഈ പറയുന്ന കമൻറ്റ് ട്രോൾ ഇടുന്ന പിള്ളേരല്ല അവരൊക്കെ എന്താണ് ആ സംഘടനയുടെ ചരിത്രം പഠിച്ചവരാണ്. അവർക്കറിയാം ഞങ്ങൾക്ക് ആരെയൊക്കെ അറിയാവുന്ന, ഞങ്ങൾ ആരുടെയൊക്കെ കൂടെ വാക്കുകൾ അനുസരിക്കുന്നവരാണെന്നും. അത് കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം പറഞ്ഞാലും ശരി, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാനിതിൻ്റെ എവിടെയോ നല്ല വാക്ക് പറയുമ്പോൾ ഞാൻ കേൾക്കാത്ത ചീത്തയൊന്നുമില്ല. ഞാൻ ആ ട്രോളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ CM-ൻ്റെ ഓഫീസിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ അപ്പോൾ വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെലവിലാണ് കഴിയുന്നതെന്ന് വരെ പറഞ്ഞ പിള്ളേരുണ്ട്. അതുപോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഒരു ആജ്ഞാശക്തിയോടുകൂടി ഒരു കാര്യം അദ്ദേഹം കുലുങ്ങുന്നുണ്ടോ? എന്തെല്ലാം പറഞ്ഞിട്ട്. അതുപോലെ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്. എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിന് തോന്നുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ വേറെ മൻ കി ബാത്തിലൂടെ പറയും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കും കുഞ്ഞെ. അല്ലാതെ എപ്പോഴും എല്ലാവരുടെയും ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തന്നാൽ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. ആരോപണങ്ങൾ സിനിമയിലും രാഷ്ട്രീയത്തിലും ഇഷ്ടം പോലെ ഉണ്ടാവും. ആ വരുന്നതിനകത്ത് ഒരു 5% കാണുകയുള്ളൂ ശരിയായിരുന്നു, അത് എനിക്ക് തിരുത്താമായിരുന്നു എന്ന് തോന്നാതെ ബാക്കി 95 നമ്മളെ തെറി വിളിക്കാനാണ്. അതുകൊണ്ട് എനിക്ക് ഈ വരാൻ പോകുന്ന ഇലക്ഷൻ നിൽക്കുന്ന എല്ലാ നേതാക്കളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. ചെറിയ കാര്യങ്ങൾ മന്ത്രി കണ്ട് അപ്രൂവ് ചെയ്ത്, അതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് അല്ല, കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് എടുക്കാം, നിങ്ങൾക്ക് കിട്ടും പിന്നീടത്. അത് നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങൾ ഉള്ളിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു വെള്ളമോ ഒരു പൈപ്പ് വെച്ച്, ഒരു പൈപ്പ് ഒരു റോഡിൽ വെച്ച് കൊടുത്ത് ഒരു പെർമിഷൻ വാങ്ങിച്ച് വെച്ച് കൊടുക്കാൻ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിചാരിച്ചാൽ നടക്കത്തില്ലേ? ആര് പറഞ്ഞു നടക്കത്തില്ലെന്ന്? ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പറയട്ടെ, ഞാൻ തച്ചോട്ടുകാവിലൊക്കെ താമസിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ പലരും പറയും. ഞാനതൊന്നും പറയാത്തതാണ്. അതൊന്നും പറയേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു പൈപ്പ് വെച്ച് കൊടുക്കാനായിട്ടൊരു പെർമിഷൻ വാങ്ങിക്കാനൊക്കെ അതുപോലെ നല്ല കുട്ടികളുണ്ട്. ഞാൻ എൻ്റെ വലിയവളെ ഞാൻ താമസിക്കുന്ന ആ കുണ്ടവൻ കടവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയും, ഏത് പാർട്ടിയാണെന്ന് ഞാൻ ചൊല്ലും. പക്ഷേ എന്ത് പറഞ്ഞാലും ആ കുട്ടി ഇടതുപക്ഷ ഇതിലെ ഒരു കൗൺസിലറായിരുന്നു. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അയ്യോ ശരിയാ ചേച്ചി, അത് പറഞ്ഞത് സത്യം, അത് ഞാൻ കണ്ടില്ല കേട്ടോ, അപ്പം ചെയ്യും. ഞാൻ അവരുടെ മറ്റേ ഇംഗുലാബ് സിന്ദാബാദ് വിളിക്കാൻ പോയിട്ടാണോ? അപ്പം അത് ആ പവറാണ് ഒരു അധികാരി. അത് പഞ്ചായത്ത് പ്രസിഡൻറ്റോ വാർഡ് കൗൺസിലറോ MLA-യോ MP-യോ മന്ത്രിയോ ആകട്ടെ, നമ്മളെ ഇവിടെ ഇരുത്താൻ കാരണക്കാരിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാർ ജനങ്ങളാണ്. അല്ലാതെ അവരുടെ കൂടെ നടക്കുന്നൊരു പാത്രം കുത്തിയാൽ ജയിക്കുമോ? ഇല്ല. ആ ചിന്ത വിടരുത് ഒരാളും. ഇനിയെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ ഒന്ന് ഭരിച്ചു നോക്കിയാട്ടെ. അപ്പോൾ കാണാം നിരന്തരമായിട്ട് അയ്യോ അവർ വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ചുമ്മാതെ ആരോപണങ്ങൾ.
എല്ലാത്തിനും അങ്ങോട്ട് മുഖ്യമന്ത്രി പറയണം, വകുപ്പ് മന്ത്രി പറയണം, മറ്റവർ പറയണം. ഇത് എന്താണ്, എത്ര കോടി ജനങ്ങളുടെ കാര്യം ഇവർ നോക്കണം. അപ്പം ചിലപ്പോൾ ഒന്ന് താമസിച്ചൊന്നിരിക്കും. അതിപ്പോൾ നാളെ ഇപ്പം ഞാൻ പറയട്ടെ, ഈ പറയുന്ന കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും അത്രയും സാമ്പത്തികമായിട്ടുള്ള സോഴ്സ് ഉണ്ടെങ്കിലേ പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള സമയം, അത് മറ്റേ അവിടുന്ന് കടം വാങ്ങിച്ചു ഇവിടുന്ന് മുഖ്യമന്ത്രി കാറ് വാങ്ങിച്ചതോ, മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങിക്കാൻ പാടില്ലേ? എന്ത് ശരി, അതൊക്കെ ഒരു കുറ്റമായിട്ട് പറഞ്ഞ ചീപ്പാന്നാണ് എൻ്റെ അഭിപ്രായം. സത്യം അത് ഈ മുഖ്യമന്ത്രി എന്നല്ല, പ്രധാനമന്ത്രി വാങ്ങിച്ചാലും പറയും ഇത് ഹെലികോപ്റ്ററിൽ പോകുന്നില്ലേ എല്ലാവരും. ഓഹോ, ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പോകുള്ളൂ. അവർക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അവർക്ക് അതിന് പ്രത്യേക സെക്യൂരിറ്റി വിങ് കൊണ്ട് അവരുടെ യാത്രകളെക്കുറിച്ച് അന്വേഷിക്കുന്നവരുണ്ട്. ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ പോയെന്ന് അവരുടെ നിർദ്ദേശം അതവർ പാലിക്കണം. പാലിക്കാതെ വല്ല അപകടം പറ്റിയാൽ അവൻ്റെ പണി പോവും. ഇതൊക്കെ സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ കൂടെ നടക്കുന്ന ആളുകൾ അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് അതും അറിഞ്ഞുകൂടാ. അപ്പം ഞാനിപ്പോഴും പറഞ്ഞതാണ്, ഇലക്ഷൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തിരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം തുടങ്ങിയതല്ല, അത് പണ്ടേ ഉള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ അധികാരം കിട്ടുന്നവർ അധികാരം അമിതമായാലും അതൊരു അരോചകമായിട്ട് മാറും ജനത്തിന്. അതുണ്ടാവരുത്, അല്ലേ? നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും നല്ലവരായ ജനങ്ങളുടെ നല്ല അഭിപ്രായം സമ്പാദിക്കാനുമായിട്ട് പ്രയത്നിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. ഇതെന്തൊന്നും ഒരു അബദ്ധം വരിക. എനിക്ക് ആ ട്രാൻസ്പോർട്ടിൻ്റെ ആ ഡ്രൈവറുടെ കാര്യത്തിൽ അയാൾ എന്തൊക്കെയോ ചെയ്തു, അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇവർ പറയുന്നത്. പക്ഷേ നമ്മുടെ കണ്ണിൽ കണ്ടത് എന്താ? ഒരു വണ്ടി ഇങ്ങനെ വരുന്നു, ഒരു കാറ് കൊണ്ടുവന്ന് മുറിവ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ കാർ ഇന്നാരുടെ. അതൊക്കെ ഞാൻ പക്ഷേ അങ്ങനെ നിർത്താമോ? ഇത്ര അധികാരമുള്ളൊരു കുട്ടിയല്ലേ. വേറെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോയിട്ട് ഈ വരുന്ന വണ്ടിനെ അത് നിർത്തിയാൽ ആ സ്റ്റാച്യു സൈഡ് നോക്കി നിർത്താൻ പറ. അതിനകത്തിരിക്കുന്നവരെന്താ വിചാരിക്കുകയോ ഞങ്ങളെന്തോ എന്നാ പോട്ടെ വന്നു, ഈ ക്യാമറ ഊരിക്കൊണ്ട് പോയോ മറ്റേത് പിടിക്കണോ ഇവരിട്ട് കൊടുക്കണോ. ആദ്യം ചെയ്യേണ്ടത് വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട് വേറൊരു ബസ് കൈ കാണിച്ച് നിർത്തി തമ്പാനൂർ ഇറക്കേണ്ടവരെ കയറ്റി വിടണം. എന്നിട്ട് വേണം അവനോട് സംസാരിക്കാൻ. അതെല്ലാം ചെയ്തേ പറ്റൂ. അതേത് പാർട്ടിയിലുള്ളവരായാലും ശരി. ഇവിടെ ആരും ഈ പറയുന്നതിൻ്റെ കൂട്ട് ഞാനാണ് ഈ നാടിൻ്റെ സൃഷ്ടികർത്താവ് എന്നൊന്നും പറഞ്ഞ് ജീവിച്ചാൽ ആ കാലമൊക്കെ പോയില്ലേ മോനെ, അല്ലേ? നന്നായിട്ട് ഭരിച്ചാൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ ശരി, നല്ല കാര്യം. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെറുതെ ആവശ്യമില്ലാതെ തലയിൽ ഈതം പേര് വാശി വെച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതൊരു അനലൈസ് ചെയ്യുക. ഇതാര് പറഞ്ഞിട്ട് ചെയ്തു, ഇതെങ്ങനെ വന്നു, അങ്ങനെ പറഞ്ഞു. എല്ലാം പാർട്ടി പറയുന്നത് ശരിയാകണമെന്നൊന്നുമില്ല. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും പാർട്ടിയിലെടുക്കുന്ന തീരുമാനങ്ങൾ 100% ശരിയാകണമെന്നില്ലല്ലോ. കുറച്ചൊക്കെ തെറ്റുകൾ വരും. ആ തെറ്റുകൾ അത് വേണ്ട സാറേ, ചിലപ്പോൾ അത് നമുക്ക് തിരിച്ചടിക്കും എന്ന് പറയാൻ ബുദ്ധിയുള്ളവർ കൂടെ ഒരു പാർട്ടിയിൽ വേണം. അതാണ് ഞാൻ പറയുന്നത്.